അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന ഒരു പൂ വെച്ചിട്ട് സാത്വിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും പ്രിയപ്പെട്ട ചെമ്പരത്തി ജ്യൂസ്. അപ്പോൾ ആദ്യം നമ്മളൊരു വാൽപാത്രം എടുക്കുക. ഇതിലാണ് നമ്മുടെ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഹിബിസ്കസ് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 to 12 ചെമ്പരത്തികൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 10 to 15 മതിയോ. അപ്പോൾ അത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെമ്മും അതേപോലെ തന്നെ നടുവിലത്തെ ആ പോർഷനും കൂടെ നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു വാൽപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ പെറ്റൽസ് മാത്രമേ നമ്മൾ ഇതളുകൾ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ, ബാക്കി നമ്മൾ പൊട്ടിച്ച് കളയണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ പെറ്റലായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിടാം. അതല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പോൾ ഒരു എളുപ്പ വഴി കാണിക്കാം. അപ്പോൾ കുറേ എണ്ണം ചെയ്യണതുകൊണ്ട് നമുക്ക് വേഗം ചെയ്യാൻ വേണ്ടി ആ സ്റ്റെം അങ്ങോട്ട് പൊട്ടിച്ച് കളയാം ആദ്യം. പിന്നെ ഇതാ ഈ നടുവ് പോർഷനും അങ്ങോട്ട് നേരെ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഇട്ട്. അപ്പോൾ അത് എളുപ്പ വഴി. അങ്ങനെ എല്ലാം നേരാക്കിയിട്ട് നമുക്ക് നമ്മുടെ വാൽപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഹിബിസ്കസ് പെറ്റൽസ് എടുത്താലേ നമുക്കതിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. നമ്മൾ കുറവ് ആണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആ വിചാരിച്ച റെഡ് കളർ കിട്ടില്ല. അപ്പോൾ ഒരു മിനിമം 10 എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കും. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മളിതിനെ ഒരു തിക്കായിട്ടുള്ളൊരു കോൺസെൻട്രേറ്റ് പോലെ ആക്കിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോണത് 2 കപ്പ് വെള്ളം പ്ലസ് ഒരു 3 ടേബിൾ സ്പൂൺ. അപ്പോൾ ഒരു 2.25 കപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്ഥിരം ഈ കപ്പിലാണ് ഒഴിക്കണത്. 1 2 എന്നിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്യട്ടെ. അപ്പോഴേക്കും ഒന്ന് തിളച്ച് തുടങ്ങിക്കോട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഞാനൊരു 1/4 കപ്പില്ല, ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കൂടെ വെള്ളം ചേർത്തു. അതെന്താ സംഭവം വെച്ചാൽ നമുക്ക് ആ തിളച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റ് 2 കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്തും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിത് ഒരു ഈ പെറ്റൽസിനൊക്കെ ഒരു വൈറ്റ് കളർ വരും. പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ കെമിക്കൽ കോമ്പൗണ്ട്, കളർ കൊടുക്കണ കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ പെറ്റൽസിന് ഒരു വൈറ്റ് കളർ വരും. അപ്പോൾ ആ നേരത്താണ് നമ്മളിത് സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ പെറ്റൽസും സെപ്പറേറ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ കളർ കണ്ടു ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു റെഡ് കളർ പോയിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് വയലറ്റ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേറ്റിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറേ എണ്ണമുണ്ട്. കാരണം അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ്, പറഞ്ഞാൽ കൊളസ്ട്രോൾ കാരണം ഉണ്ടാവുന്ന കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. അതേപോലെ പീരിയഡ്സ് നേരത്തെ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ പാല് കുറവുള്ള അമ്മമാർക്ക് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കും കൂടെയാണത്. അപ്പോൾ എൻ്റെ ഏകദേശമൊക്കെ നല്ലോണം തിളച്ച് വന്നത്, എൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയ നേരത്താണ് നമുക്കെടുത്ത് നമ്മുടെ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ പെറ്റൽസൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഇതാ എൻ്റെ ഏകദേശം തിളച്ച് വന്ന് കോൺസെൻട്രേറ്റ് കണ്ടു, ഒരു ബ്ലൂയിഷ് പേർപ്പിൾ കളർ കോൺസെൻട്രേറ്റ് ആണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. ഇനി ഞാൻ നമ്മുടെ പെറ്റൽസിനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പറ്റണതൊക്കെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ എടുത്ത് മാറ്റുക. അതല്ലാത്തത് നമുക്ക് ലാസ്റ്റ് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ അരിച്ചെടുക്കാം. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ആ ബാക്കിയുള്ള അരിച്ച് നമ്മുടെ എടുത്തിട്ടുള്ള പെറ്റൽസ് ഇല്ലേ, അതിൽ നിന്ന് ബാക്കി വന്നത് ഞാൻ ഇതിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആറിയതിന് ശേഷം, ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാനിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബാക്കിയുള്ള ഫ്ലേവറിങ്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏലക്ക, അതേപോലെ തന്നെ സിനമൺ, പട്ട, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് വരുന്നേ ഉള്ളൂ. ക്ലോവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഹിബിസ്കസ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണ്ടേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഏലക്കയും ഇതൊക്കെ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 6 to 7 സ്പൂൺ എന്തായാലും വേണ്ടി വരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സാധനം ചെയ്യാം. ഈ പോയിന്റിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇതെടുത്തിട്ട് സ്റ്റോർ ചെയ്യാം. ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആവശ്യമുള്ളപ്പോൾ 1:1 പറഞ്ഞാൽ ഹാഫ് ഗ്ലാസ് ഇതെടുക്കുകയാണെങ്കിൽ ഹാഫ് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് എൻ്റെ പഞ്ചസാര ഫുൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കളർ വരണതിൻ്റെ മാജിക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ നല്ല ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് കളർ ചേഞ്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതിനെ ഒരു അരിപ്പയിൽ കൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കാണുമല്ലോ അല്ലേ, ഒരു പേർപ്പിളിഷ് ബ്ലൂ കളർ ആണ് നമ്മുടെ കോൺസെൻട്രേറ്റ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് നാരങ്ങയാണ്. അപ്പോൾ ഒരു അര നാരങ്ങ എടുക്കുക. കാരണം നമുക്ക് നാരങ്ങയുടെ ടേസ്റ്റ് എല്ലാം എടുത്ത് നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു അര നാരങ്ങ മാത്രം മുറിച്ചെടുത്തിട്ട് ഞാനതിലേക്ക് നമ്മുടെ അരിപ്പയിൽ കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണേ. കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു കളർ ചേഞ്ചാണ് ഇവിടെ ഉണ്ടാവണേ. അത് ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെയാണ്. നമ്മുടെ ഈ ഹിബിസ്കസ് പെറ്റൽസിൽ ആൻതോസയാനിൻസ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അപ്പോൾ ഈ ആൻതോസയാനിൻസിന് ഈ നമ്മുടെ ആൻറ്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അസിഡിക് pH വരുമ്പോൾ, അസിഡിക് സാധനത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങനെ കളർ ചേഞ്ച് വന്നിട്ടില്ല. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിങ്ങോട്ട് ഇളക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു മാജിക്കൽ കളർ ചേഞ്ച് ഉണ്ടോ, നല്ലൊരു ഭംഗിയുള്ളൊരു റെഡ് കളറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ കൂടുതൽ നാരങ്ങ ആഡ് ചെയ്യണമെങ്കിൽ ഇതിനൊരു ഓറഞ്ചിഷ് കളർ വരും. പറഞ്ഞാൽ താഴ്ത്തി കുറച്ചും കൂടെ ഡൈല്യൂട്ടായിട്ടുള്ള കളർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് റെഡ് കളർ വരിക. അപ്പോൾ ഇത് കുറേ റെസിപ്പീസ് ഉണ്ട് യൂട്യൂബിൽ. ഞാനല്ല ആദ്യമായിട്ട് ഉണ്ടാക്കണേ. എൻ്റെ അമ്മയുടെ സ്കൂളിലത്തെ ഒരു ടീച്ചർ ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മായി ഉണ്ടാക്കി തന്നതാണ് ആദ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ളൊരു സാത്വിക് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിനെ എങ്ങനെയാണ് ഞാൻ ജ്യൂസാക്കി എടുക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ 2 ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം പ്ലസ് 1 ഗ്ലാസും കൂടെ. അപ്പോൾ ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബിസ്കസ് എക്സ്ട്രാക്റ്റ് 2 ഗ്ലാസ് പ്ലസ് അതേപോലെ തന്നെ വാട്ടർ 2 ഗ്ലാസ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് ഹിബിസ്കസ് എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നേരെ തന്നെ ഇങ്ങനെ തന്നെ കുടിക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പുതിനയൊക്കെ ഇലയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.